ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഏത് എക്സാമിന് വേണ്ടിയാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത്, ഇനി നമുക്ക് ഏത് ക്ലാസ് ഒക്കെയാണ് ആവശ്യമുള്ളതെന്ന് ചോദിച്ചിട്ട് ഒരുപാട് റെസ്പോൺസ് വന്നു. വളരെയധികം സന്തോഷം. അതിൽ നമ്മളടുത്ത് പ്രധാനമായിട്ടും പറഞ്ഞിട്ടുള്ളത് അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ 10th ലെവൽ മെയിൻസിൽ വരുന്ന ഒരു ഭാഗമാണ് അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ പോർഷൻസ് എല്ലാം. അപ്പോൾ നമുക്ക് 10th ലെവൽ മെയിൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ പോർഷൻസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും, നന്നായിട്ട് പഠിക്കാനായിട്ടും പറ്റും. ഓക്കെ, രണ്ടാമത് വന്ന് നമുക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ മെജോറിറ്റി ആൾക്കാരും ചോദിച്ചിട്ടുള്ളത് 10th ലെവൽ മെയിൻസിന് വേണ്ടിയിട്ടായതുകൊണ്ട് നമ്മൾ ആ ഒരു സിലബസിൽ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. മറ്റുള്ളവർ നിരാശപ്പെടേണ്ട, അവർക്കുള്ള പോർഷൻസും നമ്മൾ ഇതിനകത്ത് ആഡ് ഓൺ ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് പ്രധാനമായിട്ടും കോമൺ ആയിട്ട് വരുന്ന എല്ലാ ഭാഗങ്ങളും നമ്മൾ ആദ്യമേ കംപ്ലീറ്റ് ചെയ്ത് വെക്കും. നമുക്ക് എല്ലാ എക്സാംസിനും ഒരുപോലെ ആവശ്യം വരുന്ന പോർഷൻസ് ആണ് നമ്മൾ ആദ്യം കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ സിലബസ് പരിശോധിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊരു ഭാഗം, ഭരണഘടന, ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എല്ലാ പരീക്ഷകളിലും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. വെയിറ്റേജിൻ്റെ കാര്യത്തിൽ മാത്രം കുറച്ച് വ്യത്യാസം വരുന്നുണ്ട് എന്നുള്ളത് ഒഴിച്ചാൽ ബാക്കി എല്ലാ പരീക്ഷകളിലും കൃത്യമായി ചോദ്യം വരുന്ന PSCയുടെ ഒരു ഫേവറേറ്റ് ഏരിയ ആണ് ഈ ഒരു ഭരണഘടനയുടെ ഭാഗം എന്ന് പറയുന്നത്. നമ്മളിനി ക്ലാസ്സുകളായിട്ട് ചെയ്യുന്നില്ല, കാരണം ഓൾറെഡി ബീന മാം ചെയ്ത് വെച്ചിട്ടുള്ള ക്ലാസ്സുകളുണ്ട്. നമ്മൾ പ്ലേലിസ്റ്റിൽ ചെക്ക് ചെയ്താൽ കിട്ടും. നമ്മളതിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ, ക്ലാസ്സുകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ 10th ലെവൽ മെയിൻസിൻ്റെ സിലബസിൽ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ചോദ്യോത്തരങ്ങളായിരിക്കും നമ്മൾ ചെയ്യുക. ആ ചോദ്യോത്തരങ്ങൾ ഏത് ഭാഗത്തിൽ നിന്നാണോ ആ ഭാഗത്തിൻ്റെ ക്ലാസ് മാം ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുള്ള ക്ലാസ്സുകളുടെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ടാവും. കാണേണ്ടവർ ആ വീഡിയോസ് കൃത്യമായി കണ്ട ശേഷം ഒരു പ്രാക്ടീസ് സെഷൻ പോലെ ഈ ചോദ്യോത്തരങ്ങളും കൂടി ചെയ്യാം. അപ്പോൾ കൃത്യമായിട്ടും ആ ഭാഗം പഠിച്ചു എന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റും, റിവിഷൻ ചെയ്യാൻ പറ്റും. നമുക്ക് ഇനി ഒരു ചോദ്യം ഈ ഭാഗത്ത് നിന്ന് വന്നാൽ തെറ്റാതെ കൃത്യമായിട്ട് ചെയ്യാനായിട്ടും പറ്റും. ഓക്കെ ആണോ? സ്റ്റേറ്റ്മെൻറ്റ്സ് ചിലപ്പോൾ ഇതുപോലെ ആവർത്തിക്കാം, മറ്റൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് റീകൺസ്ട്രക്ട് ചെയ്തിട്ടും നമുക്ക് ഈ ചോദ്യങ്ങൾ തന്നെ വന്നേക്കാം. ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാൻ നമുക്ക് സഹായകമാകും. അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരു കണ്ടന്റ് പഠിക്കുന്നതിലൂടെ. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. ഇതുപോലെ മറ്റ് സബ്ജക്റ്റുകൾ നമ്മൾ വരും ദിവസങ്ങളിൽ ചെയ്യുന്നതായിരിക്കും. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്ക് തുടങ്ങാം. ഒന്നാമതായിട്ട് കേരള സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ? 1993 ഡിസംബർ 3 നിലവിൽ വന്നു. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. 1993 ഡിസംബർ 3 നിലവിൽ വന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 243 പ്രകാരമാണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ സ്ഥാപിതമായത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 243 ഓക്കെ, അപ്പൊ അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പുകൾ നടത്തുക എന്നതാണ് കമ്മീഷന്റെ പ്രധാനപ്പെട്ട ചുമതല എന്നത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പുകൾ നടത്തുക എന്നതാണ് കമ്മീഷന്റെ പ്രധാന ചുമതല. പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പുകൾ നടത്തുക എന്നതാണ് കമ്മീഷന്റെ പ്രധാനപ്പെട്ട ചുമതല. പഞ്ചായത്ത്, നിയമസഭാ മണ്ഡലം, കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി എന്നിവയുടെ അതിർത്തി നിർണയം സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷന്റെ ചുമതലയാണ് എന്ന സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. പഞ്ചായത്തിന്റെ ബൗണ്ടറി അല്ലെങ്കിൽ പഞ്ചായത്തിന്റെ അതിർത്തി നിർണയം നടത്തുന്നത് ആരാണ്? അത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ തന്നെയാണ്. പഞ്ചായത്തിന്റെ കാര്യത്തിൽ ശരിയായിട്ടുള്ളതാണ് സ്റ്റേറ്റ്മെന്റ്. എന്നാൽ നിയമസഭാ മണ്ഡലം നോക്കുകയാണെങ്കിൽ നിയമസഭാ മണ്ഡലത്തിന്റെ ബൗണ്ടറി നിർണയിക്കുന്നത് ആരാണ്? ഡീലിമിറ്റേഷൻ കമ്മീഷൻ ആണ് കേട്ടോ. ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ് നിയമസഭാ മണ്ഡലത്തിന്റെ അതിർത്തി നിർണയിക്കുന്നത്. കോർപ്പറേഷന്റെയും മുനിസിപ്പാലിറ്റിയുടെയും അതിർത്തി നിർണ്ണയിക്കുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റും ആണ് കേട്ടോ. പഞ്ചായത്തിൻ്റെത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനാണ്, നിയമസഭാ മണ്ഡലത്തിൻ്റെത് ഡീലിമിറ്റേഷൻ കമ്മീഷനും, കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി എന്നിവയുടേത് സ്റ്റേറ്റ് ഗവൺമെന്റുമാണ് നിർണ്ണയിക്കുന്നത്. അപ്പൊ നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. 1, 2, 3 എന്നിവ ശരി എന്നതാണ് ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏവ?
ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ 3 പേർ അടങ്ങുന്ന സമിതിയാണ്. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. രാഷ്ട്രപതിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നത്. ഇതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഒരു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും കാലാകാലങ്ങളിൽ രാഷ്ട്രപതി നിശ്ചയിക്കുന്ന അംഗസംഖ്യയിൽ മറ്റ് ഇലക്ഷൻ കമ്മീഷണർമാരുമാണ് ഉണ്ടാവുക കേട്ടോ. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെയും മറ്റ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. തിരഞ്ഞെടുപ്പ് നടത്താൻ വിപുലമായ ഉദ്യോഗസ്ഥ വൃന്ദം തിരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ട്. ഇത് തെറ്റായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. ഇത് തന്നെ കണ്ടില്ല, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വായിക്കുമ്പോൾ തന്നെ ഒരു നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തോന്നില്ലേ? അപ്പൊ ഇത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, രാജ്യസഭ, ലോകസഭ, സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നത് ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ശ്രദ്ധിച്ച് പഠിച്ചിരിക്കേണ്ട ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, രാജ്യസഭ, ലോകസഭ, സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ എല്ലാം തന്നെ നടത്തുന്നത് ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഓക്കെ ആണല്ലോ. 4ാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ഇവിടെ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. 3 മാത്രമാണ് തെറ്റ്. ഓപ്ഷൻ ബി ആണ് ഇവിടെ നമ്മുടെ ആൻസർ. പ്രധാനമന്ത്രി ഉൾപ്പെടെ കേന്ദ്ര മന്ത്രിസഭയുടെ ആകെ അംഗങ്ങളുടെ എണ്ണം ലോകസഭാ മെമ്പർമാരുടെ 15% നിജപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? 91 ഭരണഘടനാ ഭേദഗതിയാണ് കേട്ടോ. പ്രധാനമന്ത്രി ഉൾപ്പെടെ കേന്ദ്ര മന്ത്രിസഭയുടെ ആകെ അംഗങ്ങളുടെ എണ്ണം ലോകസഭാ മെമ്പർമാരുടെ 15% നിജപ്പെടുത്തി. ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? 91 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. സ്റ്റേറ്റ് യൂണിയൻ കൺകറന്റ് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? സ്റ്റേറ്റ് ലിസ്റ്റ് 66 വിഷയങ്ങൾ, യൂണിയൻ ലിസ്റ്റ് 97 വിഷയങ്ങൾ, കൺകറന്റ് ലിസ്റ്റ് 47 വിഷയങ്ങൾ. ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. സ്റ്റേറ്റ് ലിസ്റ്റ് 66, യൂണിയൻ ലിസ്റ്റ് 97, കൺകറന്റ് ലിസ്റ്റ് 47 വിഷയങ്ങൾ. ഭരണഘടനയുടെ 352 വകുപ്പ് പ്രയോഗിക്കുന്നത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ സമാധാനപരമായി ആയുധമില്ലാതെ സംഘടിക്കുവാനുള്ള അവകാശം ചുവടെ തന്നിട്ടുള്ളതിൽ ഏതാണ്? സമാധാനപരമായി ആയുധമില്ലാതെ സംഘടിക്കുവാനുള്ള അവകാശം സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ്. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. പിന്നോക്ക വിഭാഗ പട്ടിക തയ്യാറാക്കാൻ അതത് സംസ്ഥാനങ്ങൾക്കുള്ള അധികാരം തിരിച്ചു നൽകുന്ന ഭരണഘടനാ ഭേദഗതി ഏതാണ്? 127 ഭരണഘടനാ ഭേദഗതി. പിന്നോക്ക വിഭാഗ പട്ടിക തയ്യാറാക്കാൻ അതത് സംസ്ഥാനങ്ങൾക്കുള്ള അധികാരം തിരിച്ചു നൽകുന്ന ഭരണഘടനാ ഭേദഗതി 127 ഭരണഘടനാ ഭേദഗതി. അടുത്ത ചോദ്യം സ്റ്റേറ്റ് ലിസ്റ്റിൽ പെടുന്നതാണ്. ചുവടെ തന്നിട്ടുള്ളതിൽ ഏതാണ് സ്റ്റേറ്റ് ലിസ്റ്റിൽ പെടുന്നത്? അത് പൊതുജനാരോഗ്യമാണ്. പൊതുജനാരോഗ്യം. അപ്പോൾ മറ്റുള്ളവയോ? റെയിൽവേ, കമ്പിത്തപാൽ, ബാങ്കിങ് എന്നിവയെല്ലാം തന്നെ യൂണിയൻ ലിസ്റ്റ് 1 ഉൾപ്പെടുന്ന വിഷയങ്ങളാണ് കേട്ടോ. ഇന്ത്യൻ ഭരണഘടനാ അനുച്ഛേദം 25 മുതൽ 28 വരെയുള്ള ഭാഗങ്ങളിൽ ഏത് മൗലികാവകാശത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? ഭരണഘടനാ അനുച്ഛേദം 25 മുതൽ 28 വരെ പ്രതിപാദിക്കുന്നത് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെക്കുറിച്ചാണ്. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. അടുത്തത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർ നിയമനവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കുന്നത് ഗവർണറാണ്. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കുന്നത് ഗവർണറാണ്, രാഷ്ട്രപതി അല്ല കേട്ടോ. ശ്രദ്ധിക്കാം. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണെന്ന് 2ാമത്തെ സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. കാലാവധി 65 വയസ്സ് തികയുന്നതുവരെയോ അല്ലെങ്കിൽ പരമാവധി 5 വർഷമോ ആകുന്നു. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഇന്ത്യൻ ഭരണഘടനാ അനുച്ഛേദം 243K വകുപ്പ് 1 പ്രകാരമാണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കുന്നത്. വകുപ്പ് ഏതാണ്? അനുച്ഛേദം ഏതാണ് പറയുന്നത്? 243K വകുപ്പ് 1 പ്രകാരമാണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കുന്നത്. കാലാവധി 65 വയസ്സ് തികയുന്നതുവരെയോ അല്ലെങ്കിൽ പരമാവധി 5 വർഷം വരെയോ ആകുന്നു. ഓക്കെ ആണല്ലോ. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. 1, 3, 4 എന്നീ സ്റ്റേറ്റ്മെന്റ് ആണ് ശരിയായിട്ടുള്ളത്. ബി ആണ് ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. ഓക്കെ. അടുത്തത് താഴെ പറയുന്നവയിൽ ഭരണഘടനാ സ്ഥാപനം അല്ലാത്തത് ഏത്? ഓപ്ഷൻസ് നോക്കാം. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ, സംസ്ഥാന ധനകാര്യ കമ്മീഷൻ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ, സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്.
സംസ്ഥാന ധനകാര്യ കമ്മീഷൻ എന്നതും ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. എന്നാൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ, സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ എന്നിവയെല്ലാം സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് കേട്ടോ. ഭരണഘടനാ സ്ഥാപനമല്ല, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയല്ല, സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അപ്പോൾ 3ഉം 4ഉം ഭരണഘടനാ സ്ഥാപനങ്ങളല്ല. ഓക്കെ ആണല്ലോ. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ, സംസ്ഥാന ധനകാര്യ കമ്മീഷൻ എന്നിവ ഭരണഘടനാ സ്ഥാപനങ്ങളാണ്. അപ്പോൾ അല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്? 3ഉം 4ഉം ഭരണഘടനാ സ്ഥാപനങ്ങളല്ല. ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇന്ത്യയിലെ സംസ്ഥാന ഗവർണറായി നിയമിക്കപ്പെടുന്നതിനുള്ള യോഗ്യതകൾ വിവരിക്കുന്ന ഭരണഘടനാ ആർട്ടിക്കിൾ ഏതാണ്? ഇന്ത്യയിലെ സംസ്ഥാന ഗവർണറായി ഒരാൾ നിയമിക്കപ്പെടുന്നതിനുള്ള യോഗ്യതകൾ വിവരിക്കുന്ന ഭരണഘടനാ ആർട്ടിക്കിൾ ഏതാണ്? 157 ആണ് കേട്ടോ. ആർട്ടിക്കിൾ 157. ഇന്ത്യയിലെ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? 1950 ജനുവരി 26 ഭരണഘടന നിലവിൽ വന്നതു മുതൽ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം നിലവിൽ വന്നു. ശരിയായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. 1950 ജനുവരി 26 ഭരണഘടന നിലവിൽ വന്നു. അന്നു മുതൽ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം നിലവിൽ വന്നു. ഭരണഘടനാ അനുച്ഛേദം 326 ഭരണഘടനാ അനുച്ഛേദം 326 സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തെ പരാമർശിക്കുന്നു. 327 എന്നാണ് തന്നിട്ടുള്ളത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ആർട്ടിക്കിൾ 326 കോൺസ്റ്റിറ്റ്യൂഷനിൽ പ്രായപൂർത്തി വോട്ടവകാശത്തെക്കുറിച്ച് പരാമർശിക്കുന്ന അനുച്ഛേദം. ഓക്കെ. 1989 61 ഭരണഘടനാ ഭേദഗതി പ്രകാരം വോട്ടിംഗ് പ്രായം 21 നിന്ന് 18 കുറച്ചു. അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. 1989 61 ഭരണഘടനാ ഭേദഗതി പ്രകാരം വോട്ടിംഗ് പ്രായം 21 നിന്ന് 18 കുറച്ചു. ശ്രദ്ധിച്ച് പഠിക്കുക കേട്ടോ. ജാതി, മത, വർഗ, ഭാഷ, ലിംഗ, പ്രദേശ വ്യത്യാസങ്ങളില്ലാതെ പ്രായപൂർത്തിയായ എല്ലാവർക്കും തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള അവകാശമാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. ജാതി, മത, വർഗ, ഭാഷ, ലിംഗ, പ്രദേശ വ്യത്യാസങ്ങൾ ഇവയൊന്നും തന്നെ വ്യത്യാസപ്പെടാതെ പ്രായപൂർത്തിയായ എല്ലാവർക്കും തന്നെ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള അവകാശമാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം എന്നത്. അപ്പൊ അത് ശരിയായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. 1, 3, 4 എന്നതാണ് ശരി. ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 1, 3, 4. ഓക്കെ. കൂറുമാറ്റ നിരോധന നിയമവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ? കൂറുമാറ്റ നിരോധന നിയമം, ആന്റി ഡിഫെക്ഷൻ ലോ 52 ഭരണഘടനാ ഭേദഗതി പ്രകാരം നിലവിൽ വന്നു. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. രണ്ടാമത്തെ നോക്കിക്കേ, 1990 നിലവിൽ വന്നത് എന്നൊരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ഇത് തെറ്റാണ്. കൂറുമാറ്റ നിരോധന നിയമം സംബന്ധിച്ച് 1985 1985 നടത്തിയ 52 ഭരണഘടനാ ഭേദഗതി എന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു നിയമ ഭേദഗതിയാണ്. അപ്പൊ 1985 കൂറുമാറ്റ നിരോധന നിയമം കൊണ്ടുവരുന്നത്. 52 ഭരണഘടനാ ഭേദഗതിയാണ്. ഓക്കെ. അപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഒന്നാമത്തേത് ശരിയുമാണ്. ഭരണഘടനയുടെ 10ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. കൂറുമാറ്റ നിരോധന നിയമം, ആന്റി ഡിഫെക്ഷൻ ലോയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഭരണഘടനയുടെ 10ാം ഷെഡ്യൂളിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 107 ഭരണഘടനാ അനുച്ഛേദത്തിൽ കൂറുമാറ്റ നിരോധന നിയമത്തെ പറ്റി പ്രതിപാദിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. 107 ഭരണഘടനാ അനുച്ഛേദം ഭരണഘടനയിൽ ബില്ലുകൾ അവതരിപ്പിക്കുന്നതിനും പാസാക്കുന്നതിനുമുള്ള വ്യവസ്ഥകളെ കുറിച്ച് പറയുന്ന അനുച്ഛേദമാണ്. എന്നാൽ കൂറുമാറ്റ നിരോധന നിയമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരാമർശിക്കുന്നത് ആർട്ടിക്കിൾ 102, ആർട്ടിക്കിൾ 191 എന്നീ അനുച്ഛേദങ്ങളിലാണ് കേട്ടോ. 102, അതുപോലെ ആർട്ടിക്കിൾ 191(2) എന്നിവിടങ്ങളിലാണ്. അപ്പൊ ഈ 4ാമത്തെ സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. 1, 3 ശരി. ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം, ശരിയല്ലാത്ത ജോഡികൾ ഏതെല്ലാം? ശരിയല്ലാത്ത ജോഡികൾ നിങ്ങൾക്ക് ചിലപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ അറിയായിരിക്കും, പക്ഷെ ചോദ്യം ശ്രദ്ധിക്കാത്തത് കൊണ്ട് ആൻസർ തെറ്റിപ്പോകാൻ സാധ്യതയുള്ള പോലത്തെ ചോദ്യങ്ങളാണിത്. ശ്രദ്ധിച്ച് മാർക്ക് ചെയ്യുക കേട്ടോ. നോക്കാം. ഡോക്ടർ BR അംബേദ്കർ ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആണ്. കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്, അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടാണ് ചേർത്ത് വെച്ചിട്ടുള്ള ജോഡിയാണ്.
ഡോക്ടർ BR അംബേദ്കർ ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ. ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ എന്ന് തന്നിട്ടുണ്ട്. തെറ്റായിട്ടുള്ള ഒരു ജോഡിയാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ ആരായിരുന്നു? സച്ചിദാനന്ദ സിൻഹ ആയിരുന്നു അല്ലേ. അപ്പൊ ഈ ഒരു ജോഡി എന്തായാലും തെറ്റാണ്. ജവഹർലാൽ നെഹ്റു ഭരണഘടനയുടെ ആമുഖം എഴുതിയ ആളാണ്. ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷനാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷനാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഓപ്ഷൻ സിയും കറക്റ്റ് ആണ്. അതായത് മൂന്നാമത് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. സച്ചിദാനന്ദ സിൻഹ ഭരണഘടനയുടെ ആമുഖം എഴുതി എന്ന് തന്നിട്ടുണ്ട്. ഇവിടെ 2ഉം 4ഉം സ്റ്റേറ്റ്മെന്റ്സ് തിരിച്ചാണ് തന്നിട്ടുള്ളത്. സച്ചിദാനന്ദ സിൻഹ ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷനാണ്. ജവഹർലാൽ നെഹ്റു ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കി. ഓക്കെ ആണല്ലോ. ശരിയല്ലാത്ത ജോഡികൾ ഏതൊക്കെയാണ്? 2ഉം 4ഉം ആണ്. ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വം വിശദീകരിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വം വിശദീകരിക്കുന്നത് ആർട്ടിക്കിൾ 5 മുതൽ 11 വരെയാണ്. ആർട്ടിക്കിൾ 5 മുതൽ 11 വരെ. ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഭരണഘടനയുടെ ഭാഗം 4A-യിലാണ്. ഭാഗം 4A-യിലാണ് മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഇന്ത്യയിലെ പരമോന്നത നീതിപീഠം ഏതാണ്? ഇന്ത്യയിലെ പരമോന്നത നീതിപീഠം സുപ്രീം കോടതിയാണ്. സുപ്രീം കോടതി. 6 മുതൽ 14 വയസ്സുവരെയുള്ള എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസ അവകാശം മൗലിക അവകാശമായി ഉൾപ്പെടുത്തിയിട്ടുള്ള ഇന്ത്യൻ ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? വിദ്യാഭ്യാസത്തിനുള്ള അവകാശം 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും. ഏതാണ് മൗലിക അവകാശം? അനുച്ഛേദം 21A ആണ്. ആർട്ടിക്കിൾ 21A ആണ്. ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് എന്നാണ്? ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് 1950 ജനുവരി 26-നാണ്. 1950 ജനുവരി 26. ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന മൗലിക അവകാശം ഏത്? ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന മൗലിക അവകാശം സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശമാണ്. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. അടുത്തത് മൗലിക അവകാശങ്ങളിൽ പെടാത്തത് ഏത്? മൗലിക അവകാശങ്ങൾ നമുക്ക് നേരത്തെ 7 മൗലിക അവകാശങ്ങളാണ് ഉണ്ടായിരുന്നത്. അതിൽ സ്വത്ത് സമ്പാദനത്തിനുള്ള അവകാശം ഒഴിവാക്കി കഴിഞ്ഞപ്പോൾ നമുക്ക് നിലവിലിപ്പോൾ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങൾ എത്രയാണ്? 6 എണ്ണമാണ്. 6 എണ്ണം. അതിൽ ഉൾപ്പെടാത്തത് ഏതാന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഉൾപ്പെടുന്നവ ഏതൊക്കെയാണ്? സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരായുള്ള അവകാശം, അതുപോലെ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം, ഭരണഘടനാ പ്രതിവിധികൾക്കുള്ള അവകാശം. സമത്വത്തിനുള്ള അവകാശം പറഞ്ഞിട്ടുണ്ട്. സമത്വത്തിനുള്ള അവകാശം. പക്ഷെ അവിടെ സാമ്പത്തിക സമത്വം എന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ. സാമ്പത്തിക സമത്വം പറഞ്ഞിട്ടില്ല. നോക്കാം. സമത്വത്തിനുള്ള അവകാശമുണ്ട്, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമുണ്ട്, ചൂഷണത്തിനെതിരായുള്ള അവകാശമുണ്ട്. സ്വത്ത് സമ്പാദനം വരുന്നില്ല എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനി സമത്വത്തിലേക്ക് വരികയാണെങ്കിൽ സമത്വത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 14 മുതൽ ആർട്ടിക്കിൾ 18 വരെ പറയുന്നത് സമത്വത്തിനുള്ള അവകാശമാണ്. അതിൽ നിയമത്തിന് മുന്നിൽ സമത്വം, നിയമം മുഖേന തുല്യ സംരക്ഷണം എന്നത് മെൻഷൻ ചെയ്യുന്നുണ്ട്. അതുപോലെ ആർട്ടിക്കിൾ 15 പറയുന്നു വിവേചനത്തിൽ നിന്നുള്ള സംരക്ഷണം. ആർട്ടിക്കിൾ 16 പറയുന്നു അവസര സമത്വം. ആർട്ടിക്കിൾ 17 പറയുന്നു അയിത്ത നിർമാർജനം. ആർട്ടിക്കിൾ 18 പ്രകാരം സ്ഥാനപ്പേരുകൾ നിർത്തലാക്കൽ, തലക്കെട്ടുകളുടെ നിരോധനം എന്നതും പറയുന്നുണ്ട്. ഇവിടെ എവിടെയും തന്നെ സാമ്പത്തിക സമത്വം എന്നൊരു അവകാശം മൗലിക അവകാശത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പം 3ാമത്തെ സ്റ്റേറ്റ്മെന്റും 4ാമത്തെ സ്റ്റേറ്റ്മെന്റും തെറ്റാണ് കേട്ടോ. ഇതിൽ ഉൾപ്പെടാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. 3ഉം 4ഉം ഉൾപ്പെടുന്നില്ല. ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? 42ാം ഭേദഗതിയിലൂടെ മതേതരത്വം എന്ന ആശയം ഭരണഘടനയുടെ ആമുഖത്തിൽ ചേർക്കപ്പെട്ടു. 42ാം ഭേദഗതിയിലൂടെ മതേതരത്വം എന്ന ആശയം ഭരണഘടനയുടെ ആമുഖത്തിൽ ചേർക്കപ്പെട്ടു. 52ാം ഭേദഗതിയിലൂടെ മൗലികമായ കടമകൾ ചേർക്കപ്പെട്ടു. മൗലിക കടമകൾ 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ചേർക്കപ്പെട്ടത്. 42 ആണ്, 52 അല്ല. സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് കേട്ടോ. 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മൗലികമായ കടമകൾ ചേർക്കപ്പെട്ടത്.
73-ാം ഭേദഗതി പഞ്ചായത്തി രാജ് സമ്പ്രദായം നടപ്പിലാക്കി. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. 73-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് പഞ്ചായത്തി രാജ് സമ്പ്രദായം നടപ്പിലാക്കുന്നത്. 86-ാം ഭേദഗതി നഗരപാലിക ബിൽ നടപ്പിലാക്കി എന്നൊരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. 86 73-ാം ഭേദഗതിയോടുകൂടെ തന്നെ നമ്മൾ ചേർത്ത് പഠിക്കുന്നതാണ് 74-ാം ഭരണഘടനാ ഭേദഗതി. 74-ാം ഭരണഘടനാ ഭേദഗതിയിലാണ് നഗരപാലിക ബില്ല് നടപ്പിലാക്കുന്നത്. അതായത് മുനിസിപ്പാലിറ്റി ആക്ട് നടപ്പിലാക്കുന്നത് 74-ാം ഭരണഘടനാ ഭേദഗതിയിലാണ്. അപ്പൊ 4-ാമത്തേതും തെറ്റായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ശരിയായിട്ടുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് 1, 3 എന്നിവയാണ് ശരി. ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 42-ാം ഭേദഗതിയിലൂടെ മതേതരത്വം എന്ന ആശയം ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്തു. 73-ാം ഭേദഗതി പഞ്ചായത്തി രാജ് സമ്പ്രദായം നടപ്പിലാക്കി. ഓക്കെ ആണല്ലോ. അടുത്തത്, ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികമായ കടമകൾ, നിർദ്ദേശക തത്വങ്ങൾ എന്നിവ ഏതെല്ലാം രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നുമാണ് കടമെടുത്തിട്ടുള്ളത്? മൗലികമായ കടമകൾ തിരഞ്ഞെടുത്തത് എവിടെ നിന്നാണ്? മൗലിക കടമകൾ USSR റഷ്യയിൽ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്. നിർദ്ദേശക തത്വങ്ങൾ അല്ലെങ്കിൽ DPSP അയർലൻഡിൽ നിന്നുമാണ് കടമെടുത്തിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ ഏതാണ്? റഷ്യയും അയർലൻഡുമാണ്. ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 1ഉം 4ഉം. ഓക്കെ, മൗലികമായ കടമകൾ കടമെടുത്തിട്ടുള്ളത് റഷ്യയിൽ നിന്നും, നിർദ്ദേശക തത്വങ്ങൾ കടമെടുത്തിട്ടുള്ളത് അയർലൻഡിൽ നിന്നുമാണ്. ഓക്കെ ആണല്ലോ. അടുത്തത്, കൺകറന്റ് ലിസ്റ്റിൽ പെടുന്ന വകുപ്പുകൾ ഏതെല്ലാം? കൺകറന്റ് ലിസ്റ്റിൽ പെടുന്ന വകുപ്പുകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ പോലീസും ജയിലും സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങളാണ്. വനം, വിദ്യാഭ്യാസം എന്നിവ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു. ബാങ്കിംഗ് യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയമാണ്. പൊതുജനാരോഗ്യം സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയമാണ്. ബാങ്കിംഗ് എന്നത് യൂണിയൻ ലിസ്റ്റിലും പൊതുജനാരോഗ്യം സ്റ്റേറ്റ് ലിസ്റ്റിലും ഉൾപ്പെടുന്നു. അപ്പോൾ ഓപ്ഷൻ സി എന്തായാലും, അതായത് 3 എന്ന ഓപ്ഷൻ എന്തായാലും വരില്ല. വിവാഹമോചനം രണ്ടും തന്നെ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയമാണ്. വിവാഹവും വിവാഹമോചനവും കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു. അപ്പൊ നമ്മളോട് കൺകറന്റ് ലിസ്റ്റിൽ പെടുന്ന വകുപ്പുകളാണ് ചോദിച്ചിട്ടുള്ളത്. വനം, വിദ്യാഭ്യാസം, വിവാഹമോചനം എന്നിവയാണ്. 2ഉം 4ഉമാണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ്. ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ ആണല്ലോ. സൈബർ നിയമങ്ങൾ ഏത് ലിസ്റ്റിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? സൈബർ നിയമങ്ങൾ എന്നത് ഇവയിൽ ഒന്നുമല്ല ഉൾപ്പെടുത്തിയിരിക്കുന്നത്. യൂണിയൻ ലിസ്റ്റിലോ സ്റ്റേറ്റ് ലിസ്റ്റിലോ കൺകറന്റ് ലിസ്റ്റിലോ ഉൾപ്പെടുത്തിയിട്ടില്ല. ഭരണഘടനയിലെ റെസിഡ്യൂറി സബ്ജക്ട് ലിസ്റ്റിലാണ് സൈബർ നിയമങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇവിടെ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇവയിൽ ഒന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ പറ്റി പഠിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് നിയോഗിച്ച ആദ്യത്തെ കമ്മിറ്റി ഏതാണ്? കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ പറ്റി പഠിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് നിയോഗിച്ച ആദ്യത്തെ കമ്മിറ്റിയാണ് സർക്കാരിയ കമ്മിറ്റി. ഏത് കോടതികൾക്കാണ് റിട്ടുകൾ പുറപ്പെടുവിക്കാൻ അധികാരമുള്ളത്? ഹൈക്കോടതികളും സുപ്രീം കോടതിയുമാണ്. ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരമുണ്ട്. താഴെ പറയുന്നവയിൽ സ്ഥിരം എക്സിക്യൂട്ടീവ് ഏതെന്നാണ് ചുവടെ തന്നിട്ടുള്ളതിൽ ഗവർണർ, മുഖ്യമന്ത്രി എന്നിവർ സ്ഥിരം എക്സിക്യൂട്ടീവുകളല്ല. കളക്ടർ, ചീഫ് സെക്രട്ടറി എന്നിവരാണ് സ്ഥിരം എക്സിക്യൂട്ടീവ്സ്. ഓക്കെ, കളക്ടറും ചീഫ് സെക്രട്ടറിയുമാണ്. ഓപ്ഷൻ 2ഉം 4ഉമാണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. രാജ്യസഭാ ചെയർമാൻ ആരാണ്? രാജ്യസഭാ ചെയർമാൻ ഉപരാഷ്ട്രപതിയാണ് കേട്ടോ. രാജ്യസഭാ ചെയർമാൻ ഉപരാഷ്ട്രപതിയാണ്. 74-ാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻസ് നോക്കാം. 12-ാം പട്ടിക ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു. ത്രിതല സംവിധാനം നിലവിൽ വന്നു. ത്രിതല സംവിധാനം എന്ന ഒരു ആശയം 73-ാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ. 74-ല്ല 73-ലാണ് ഇത് പരാമർശിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മളോട് തെറ്റായിട്ടുള്ള അല്ലെങ്കിൽ ബന്ധമില്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചത്. ഓപ്ഷൻ ബി ആണ് ഇവിടെ നമ്മുടെ ആൻസർ. ബാക്കി കൂടി നോക്കാം. 74-ാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധമുള്ളതാണ് മറ്റു 3ഉം. 12-ാം പട്ടിക ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു. പ്രാദേശിക ഭരണ സ്ഥാപനങ്ങളിൽ സംവരണം നടപ്പിലായി. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നു. പ്രാദേശിക ഭരണസ്ഥാപനങ്ങളിൽ സംവരണം നടപ്പിലായി. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നു. ഓക്കെ ആണല്ലോ. ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ 19-ാം വകുപ്പിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന 6 അടിസ്ഥാന സ്വാതന്ത്ര്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്?
19-ാം വകുപ്പിനെ കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് നോക്കാം. ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുവാനുള്ള സ്വാതന്ത്ര്യം. മതസ്വാതന്ത്ര്യത്തെ കുറിച്ച് പരാമർശിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? 25 മുതൽ 28 വരെ അല്ലേ? അപ്പൊ എന്തായാലും ഇത് 19-ാം വകുപ്പുമായി ബന്ധപ്പെട്ടതാണോ? അല്ല. ഓപ്ഷൻ എ തന്നെയാണ് ഇവിടെ തെറ്റായിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഓപ്ഷൻ എ ആണ് ഇവിടെ ആൻസർ ആയിട്ടും വരുന്നത്. നോക്കാം. ഇഷ്ടമുള്ള തൊഴിൽ നേടുവാനുള്ള സ്വാതന്ത്ര്യം, സംഘടിക്കുവാനുള്ള സ്വാതന്ത്ര്യം, സഞ്ചരിക്കുവാനുള്ള സ്വാതന്ത്ര്യം. ഓക്കെ ആണോ? ആർട്ടിക്കിൾ 19 പ്രകാരം ഇഷ്ടമുള്ള തൊഴിൽ നേടുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, സംഘടിക്കുവാനുള്ള സ്വാതന്ത്ര്യം, സഞ്ചരിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം ആർട്ടിക്കിൾ 25 പരാമർശിക്കുന്ന വിഷയമാണ് കേട്ടോ. സ്വതന്ത്രമായി ഏത് മതത്തിൽ വിശ്വസിക്കുന്നതിനും ആചരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യം ആർട്ടിക്കിൾ 25(1) പരാമർശിക്കുന്നു. ആർട്ടിക്കിൾ 25(1). ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. താഴെ പറയുന്നവയിൽ ഏതാണ് ഭരണഘടനയുടെ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നത്? ഭരണഘടനയുടെ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് നോക്കാം. ബാങ്കിങ്, പോസ്റ്റ് ആൻഡ് ടെലിഗ്രാം. ഇത് ഏത് ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത്? യൂണിയൻ ലിസ്റ്റിലാണ് കേട്ടോ. യൂണിയൻ ലിസ്റ്റ്. നമ്മളോട് കൺകറന്റ് ലിസ്റ്റാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ എ എന്തായാലും അല്ല. കൃഷിയും പൊതുജനാരോഗ്യവും. നേരത്തെ ചോദ്യങ്ങൾ നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത ഒരു ചോദ്യത്തിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പൊതുജനാരോഗ്യം എന്നത് സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നതാണ്. കൃഷിയും പൊതുജനാരോഗ്യവും സ്റ്റേറ്റ് ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത്. അപ്പോൾ കൺകറന്റ് ലിസ്റ്റിലുള്ളതല്ല. വിദ്യാഭ്യാസം, വനം. വിദ്യാഭ്യാസവും വനവും ഉൾപ്പെടുന്നത് കൺകറന്റ് ലിസ്റ്റിലാണ്. വിദ്യാഭ്യാസം, വനം എന്നിവ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു. റെയിൽവേ, തുറമുഖം എന്നിവ യൂണിയൻ ലിസ്റ്റിലുമാണ് ഉൾപ്പെടുന്നത്. റെയിൽവേയും തുറമുഖവും യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്നു. അപ്പോൾ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയം ഏതാണ്? വിദ്യാഭ്യാസം, വനം എന്നതാണ്. ഓക്കെ, ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? 1949 നവംബർ 26 ഇന്ത്യൻ ഭരണഘടന പാസ്സാക്കപ്പെട്ടത്. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് 1949 നവംബർ 26 ഇന്ത്യൻ ഭരണഘടന പാസ്സാക്കപ്പെട്ടത്. ശരിയായിട്ടുള്ള പ്രസ്താവന ആയതുകൊണ്ട് ഇത് തന്നെയാണ് നമ്മുടെ ആൻസർ വരുന്നത്. ബാക്കി ഓപ്ഷൻസ് കൂടി നോക്കുകയാണെങ്കിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് സർദാർ വല്ലഭായ് പട്ടേൽ ആണെന്ന് തന്നിട്ടുണ്ട്. തെറ്റായിട്ടുള്ള ഓപ്ഷനാണ്. ലക്ഷ്യപ്രമേയം അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു കേട്ടോ. ജവഹർലാൽ നെഹ്റു ആണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്. ജവഹർലാൽ നെഹ്റു ആണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ചെയർമാൻ ഡോക്ടർ BR അംബേദ്കർ ആണെന്നാണ് തന്നിട്ടുള്ളത്. ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയുടെ ചെയർമാൻ. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റിയിട്ടുള്ളത്. അടുത്തത് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആകെ അംഗസംഖ്യ 543 ആണെന്ന് തന്നിട്ടുണ്ട്. 389 ആയിരുന്നു കേട്ടോ. 389 ആയിരുന്നു. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആകെ അംഗസംഖ്യ 389 ആയിരുന്നു. ഓക്കെ, അപ്പൊ ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണ്? 1949 നവംബർ 26 ഇന്ത്യൻ ഭരണഘടന പാസ്സാക്കപ്പെട്ടത്. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം, 2019 104 ഭരണഘടനാ ഭേദഗതി പ്രകാരം ഇന്ത്യൻ നിയമനിർമ്മാണ സഭകളിലെ ആംഗ്ലോ ഇന്ത്യൻ സംവരണത്തിൽ വന്ന മാറ്റം എന്ത് എന്നതായിരുന്നു. 2019 104 ഭരണഘടനാ ഭേദഗതി പ്രകാരം ഇന്ത്യൻ നിയമനിർമ്മാണ സഭകളിലെ ആംഗ്ലോ ഇന്ത്യൻ സംവരണത്തിൽ വന്ന മാറ്റം എന്ത്? ലോകസഭകളിലെയും നിയമസഭകളിലെയും ആംഗ്ലോ ഇന്ത്യൻ സംവരണം നിർത്തലാക്കി എന്നതാണ് അത് കേട്ടോ. ലോകസഭകളിലെയും നിയമസഭകളിലെയും ആംഗ്ലോ ഇന്ത്യൻ സംവരണം നിർത്തലാക്കി. ഓക്കെ ആണല്ലോ. അതാണ് ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അതാണ് 104 ഭരണഘടനാ ഭേദഗതിയിൽ വന്ന മാറ്റം. 1956 പാർലമെന്റ് പാസാക്കിയ ഇന്ത്യൻ സംസ്ഥാന പുനഃസംഘടനാ നിയമപ്രകാരം നിലവിൽ വന്ന സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും എത്രയാണ്? 1956 പാർലമെന്റ് പാസാക്കിയ ഇന്ത്യൻ സംസ്ഥാന പുനഃസംഘടനാ നിയമപ്രകാരം നിലവിൽ വന്ന സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും എണ്ണമാണ് ചോദിച്ചിട്ടുള്ളത്. 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് ഉണ്ടായിരുന്നത് കേട്ടോ. 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും. ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ DP ഖെയ്ത്താന്റെ നിര്യാണത്തെ തുടർന്നുണ്ടായ ഒഴിവിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അംഗം ആരാണ്? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ വന്ന ഒഴിവിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അംഗമാണ് TT കൃഷ്ണമാചാരി.
എന്തിനു വേണ്ടിയുള്ള പദ്ധതിയാണ് സെൻട്രൽ വിസ്ത എന്നത്? സെൻട്രൽ വിസ്ത എന്നത് പുതിയ പാർലമെന്റ് സമുച്ചയത്തിനുള്ള പദ്ധതിയാണ്. പുതിയ പാർലമെന്റ് സമുച്ചയ നിർമ്മാണത്തിനുള്ള പദ്ധതിയാണ് സെൻട്രൽ വിസ്ത എന്നത്. ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. താഴെ പറയുന്നവയിൽ ഏത് വിഭാഗം ഉദ്യോഗസ്ഥരെയാണ് കേരള സബോർഡിനേറ്റ് സർവീസ് വിഭാഗത്തിൽ ഉൾപ്പെടുത്തുന്നത്? കേരള സബോർഡിനേറ്റ് സർവീസ് വിഭാഗത്തിൽ ഉൾപ്പെടുത്തുന്നത് കേരള ജുഡീഷ്യൽ മിനിസ്റ്റീരിയൽ സർവീസ് വിഭാഗത്തിൽപ്പെടുന്ന ഉദ്യോഗസ്ഥരെയാണ് കേട്ടോ. കേരള ജുഡീഷ്യൽ മിനിസ്റ്റീരിയൽ സർവീസ് വിഭാഗം ഉദ്യോഗസ്ഥരെയാണ് കേരള സബോർഡിനേറ്റ് സർവീസ് വിഭാഗത്തിൽ ഉൾപ്പെടുത്തുന്നത്. ഓക്കെ. കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിൽ നികുതി പങ്കിടുന്നതിനെ പറ്റി രാഷ്ട്രപതിക്ക് നിർദ്ദേശം സമർപ്പിക്കുന്നതിന് അധികാരമുള്ള ഭരണഘടനാ സ്ഥാപനം ഏതാണ്? കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിൽ നികുതി പങ്കിടുന്നതിനെ പറ്റി രാഷ്ട്രപതിക്ക് നിർദ്ദേശം സമർപ്പിക്കുന്നതിന് അധികാരമുള്ള ഭരണഘടനാ സ്ഥാപനമാണ് ധനകാര്യ കമ്മീഷൻ. ധനകാര്യ കമ്മീഷൻ. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ തിരിച്ചറിയൽ രേഖ എന്ന് എൻ.എ. പൽക്കിവാല വിശേഷിപ്പിച്ചത് ഏതിനെയാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ തിരിച്ചറിയൽ രേഖ എന്ന് എൻ.എ. പൽക്കിവാല വിശേഷിപ്പിച്ചത് ആമുഖത്തെയാണ് കേട്ടോ. ആമുഖത്തെ. അപ്പൊ ചോദ്യം എങ്ങനെ വരാം? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ തിരിച്ചറിയൽ രേഖ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? അല്ലെങ്കിൽ ആമുഖത്തെ എൻ.എ. പൽക്കിവാല വിശേഷിപ്പിച്ചത് എന്ത് പേരിലാണ്? അപ്പോൾ ഇത് മനസ്സിലാക്കിയിരിക്കുക. ആമുഖത്തെ എൻ.എ. പൽക്കിവാല തിരിച്ചറിയൽ രേഖ എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഇന്ത്യയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പദവി ശുപാർശ ചെയ്ത കമ്മീഷൻ ഏതാണ്? പി.കെ. തുങ്കൻ കമ്മിറ്റിയാണ് കേട്ടോ. പി.കെ. തുങ്കൻ കമ്മിറ്റി. ഇന്ത്യയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പദവി ശുപാർശ ചെയ്ത കമ്മീഷനാണ് പി.കെ. തുങ്കൻ കമ്മിറ്റി. മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് റിട്ട് പുറപ്പെടുവിക്കാൻ സുപ്രീം കോടതിക്ക് അധികാരം നൽകുന്ന അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 32 ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പരാമർശിക്കുന്ന അനുച്ഛേദം 32 മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് റിട്ട് പുറപ്പെടുവിക്കാൻ സുപ്രീം കോടതിക്ക് അധികാരം നൽകുന്നത്. രാഷ്ട്രത്തിന്റെ നിർദ്ദേശക തത്വങ്ങൾ ഏതു രാജ്യത്തിന്റെ ഭരണഘടനയുടെ സ്വാധീനത്തിൽ നിന്നും രൂപം കൊണ്ടതാണ്? നിർദ്ദേശക തത്വങ്ങൾ എന്നത് അയർലൻഡിൽ നിന്നും കടം കൊണ്ടതാണെന്ന് നേരത്തെ ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. രാഷ്ട്രത്തിന്റെ നിർദ്ദേശക തത്വങ്ങൾ എന്നത് അയർലൻഡ് എന്ന രാജ്യത്തിന്റെ ഭരണഘടനയുടെ സ്വാധീനത്തിൽ നിന്നും രൂപം കൊണ്ടതാണ്. ജനാധിപത്യ ഭരണം ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അനുസൃതമായിരിക്കണം എന്ന് പറഞ്ഞത് ആരാണ്? ജനാധിപത്യ ഭരണം ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അനുസൃതമായിരിക്കണം എന്ന് പറഞ്ഞത് മഹാത്മാഗാന്ധിയാണ്. മഹാത്മാഗാന്ധി എന്താണ് പറഞ്ഞത്? ജനാധിപത്യ ഭരണം ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അനുസൃതമായിരിക്കണമെന്ന് മഹാത്മാഗാന്ധി പറഞ്ഞു. നിയമവാഴ്ച എന്നാൽ എന്താണ്? നിയമവാഴ്ച എന്നാൽ എല്ലാവരും നിയമത്തിനു മുന്നിൽ തുല്യരാണ് എന്നതാണ്. എല്ലാവരും നിയമത്തിനു മുന്നിൽ തുല്യരാണ്. നിയമവാഴ്ച എന്നാൽ എല്ലാവരും നിയമത്തിനു മുന്നിൽ തുല്യരാണ്. ഗവൺമെന്റിന്റെ പ്രവർത്തനത്തിലെ പാളിച്ചകൾ തുറന്നുകാട്ടി നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ ഗവൺമെന്റിനെ പ്രേരിപ്പിക്കുന്നത് എന്താണ്? ഗവൺമെന്റിന്റെ പ്രവർത്തനത്തിലെ പാളിച്ചകൾ തുറന്നുകാട്ടി നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ ഗവൺമെന്റിനെ പ്രേരിപ്പിക്കുന്നത് പ്രതിപക്ഷമാണ്. പ്രതിപക്ഷം. ഭരണഘടനാ ശില്പി ആരാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ആരാണ്? ഡോക്ടർ B.R. അംബേദ്കർ ആണ്. ഡോക്ടർ B.R. അംബേദ്കർ. രാജ്യസഭാ അംഗങ്ങളുടെ കാലാവധി എത്ര വർഷമാണ്? രാജ്യസഭാ അംഗങ്ങളുടെ കാലാവധി 6 വർഷമാണ് കേട്ടോ. 6 വർഷം. ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരാണ്? ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. താഴെ പറയുന്നതിൽ മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? മൗലിക അവകാശത്തിൽ ഉൾപ്പെടാത്തത് സ്വത്തവകാശമാണ്. സ്വത്തവകാശം മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടുന്നില്ല. കേരള സർവീസ് റൂൾസ് കേരള നിയമസഭ പാസാക്കിയത് ഭരണഘടനയിലെ ഏത് വകുപ്പ് പ്രകാരമാണ്? കേരള സർവീസ് റൂൾസ് എന്നത് കേരള നിയമസഭ പാസാക്കിയത് ഭരണഘടനയിലെ ആർട്ടിക്കിൾ 309 പ്രകാരമാണ്. ആർട്ടിക്കിൾ 309 പ്രകാരം. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ആരാണ്? കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ഗവർണറാണ് കേട്ടോ. ഗവർണറാണ് നിയമിക്കുന്നത്. താഴെ പറയുന്നവയിൽ രാജ്യസഭ അധ്യക്ഷൻ ആരാണ്? രാജ്യസഭയുടെ അധ്യക്ഷൻ ആരാണ്? ഉപരാഷ്ട്രപതിയാണ്. ഉപരാഷ്ട്രപതി. രാജ്യസഭയുടെ അധ്യക്ഷൻ ഉപരാഷ്ട്രപതിയാണ്. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നത് ആരാണ്?
കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നത് ആരാണ്? പ്രസിഡന്റ് ആണ് കേട്ടോ. പ്രസിഡന്റ് ആണ്, തിരിഞ്ഞു പോരുത്, ശ്രദ്ധിച്ച് പഠിക്കുക. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ഗവർണറാണ്. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നത് പ്രസിഡന്റുമാണ്. അടുത്ത ചോദ്യം നോക്കാം. വയോജനങ്ങളുടെ സംരക്ഷണത്തിനും ക്ഷേമത്തിനും വേണ്ടിയുള്ള നിയമനിർമ്മാണത്തിനുള്ള പിൻബലം താഴെ പറയുന്നവയിൽ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് കാണാൻ കഴിയുക? വയോജനങ്ങളുടെ സംരക്ഷണത്തിനും ക്ഷേമത്തിനും വേണ്ടിയുള്ള നിയമനിർമ്മാണത്തിനുള്ള പിൻബലം നൽകുന്നത് ഏത് അനുച്ഛേദത്തിലാണ്? അനുച്ഛേദം 41 പ്രകാരമാണ്. 41 അനുച്ഛേദ പ്രകാരമാണ് വയോജനങ്ങളുടെ സംരക്ഷണത്തിനും ക്ഷേമത്തിനും വേണ്ടിയുള്ള നിയമനിർമ്മാണം നടക്കുന്നത്. ഓക്കെ. 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ശൈശവാരംഭത്തിൽ തന്നെ പരിചരണത്തിനും വിദ്യാഭ്യാസത്തിനും വ്യവസ്ഥ ചെയ്യുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 45 ആണ് കേട്ടോ. 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക്, ക്വസ്റ്റ്യൻ കറക്റ്റ് വായിക്കണം, 21A ചാടിക്കറി മാർക്ക് ചെയ്യാൻ നിൽക്കരുത്. 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ശൈശവാരംഭത്തിൽ തന്നെ പരിചരണത്തിനും വിദ്യാഭ്യാസത്തിനും വ്യവസ്ഥ ചെയ്യുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 45. ദേശീയ ബാലാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? ദേശീയ ബാലാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 2007 2007 ദേശീയ ബാലാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ വിഭാഗത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.